الحمد لله رب العالمين، صلى الله وسلم وبارك على عبده ورسوله نبينا محمد وعلى آله وأصحابه أجمعين. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم أعنا ولا تعن علينا، وانصرنا ولا تنصر علينا، وامكر لنا ولا تمكر علينا، واهدنا ويسر الهدى لنا، انصرنا على من بغى علينا. ربنا اجعلنا لك شاكرين لك ذاكرين لك مخبتين إليك أواهين منيبين. اللهم تقبل توبتنا واغسل حوبتنا وأجب دعوتنا وثبت حجتنا وسدد ألسنتنا واهد قلوبنا واسلل سخيمة صدورنا. أما بعد، سورة المعارج سورة الله سبحانه وتعالى നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്ന മുഅ്മിനുകളുടെ സ്വഭാവമായി പറയുന്നു. ഇല്ലൽ മുസല്ലീന അല്ലദീന ഹും അലാ സ്വലാത്തിഹിം ദായിമൂൻ. അവർ നിസ്കരിക്കുന്നവരാണ്, നിസ്കാരത്തിൽ മുദാവമ സ്ഥിരത ഉള്ളവരാണ്. നിസ്കാരം നിറവേറ്റുന്ന കാര്യത്തിലും അതിൽ പാലിക്കേണ്ട കാര്യങ്ങൾ പാലിക്കുന്ന വിഷയത്തിലുമെല്ലാം മുദാവമത്തിന്റെ സ്ഥിരതയുടെ ആളുകളാണവർ. والذين في أموالهم حق معلوم للسائل والمحروم. والذين അക്കൂട്ടർ في أموالهم അവരുടെ സമ്പത്തിലുണ്ട്. മാൽ അതിന്റെ ജംആണ് അംവാൽ. സമ്പത്ത് എന്ന വാക്കിന്റെ മാൽ എന്ന വാക്കിന്റെ ബഹുവചനമാണ് അംവാൽ. വല്ലദീന ഫീ അംവാലിഹിം അവരുടെ സമ്പത്തിലുണ്ട് ഹഖ്ഖും മഅലൂം, മഅലൂമായ ഒരു ഹഖ്, മഅലൂമായ അഥവാ അറിയപ്പെട്ട ഹഖ്, അവകാശമുണ്ട്, അറിയപ്പെട്ട ഒരു വിഹിതം അവരുടെ ബാധ്യത എന്നോണം അവർ മാറ്റിവെക്കും. അവരാർക്കാണോ കൊടുക്കുന്നത് അവരുടെ അവകാശം എന്നോണം ഈ മുഅ്മിനുകൾ മാറ്റിവെക്കും. ആർക്കാണ് മാറ്റിവെക്കുക? ലിസ്സായിലി വൽ മഹ്റൂം, സായിലിനും മഹ്റൂമിനും. സഅല എന്നാൽ ചോദിച്ചു, സായിൽ ചോദിക്കുന്നവൻ അഥവാ യാചകൻ, സമ്പത്തിന് ചോദിക്കുന്നവൻ, അവനും വൽ മഹ്റൂം തടയപ്പെട്ടവനും അഥവാ അവന് ഹുരിമൽ മാൽ, അങ്ങനെയുള്ളവനാണ് മഹ്റൂം. അവന് സമ്പത്തിന്റെ വഴികൾ അടക്കപ്പെട്ടിരിക്കുന്നു. അങ്ങനെയുള്ളവർക്കും അറിയപ്പെട്ട ഒരു ബാധ്യത, ഒരു അവകാശം ഈ മുഅ്മിനുകൾ, നിസ്കാരം നിലനിർത്തുന്ന മുഅ്മിനുകൾ അവർ ഒരുക്കി വെക്കുന്നതാണ്. ഫി അംവാലിഹിം നസീബുൻ മുഖറർ. ഇബ്നു കസീർ പറഞ്ഞു അവരുടെ സമ്പത്തിലുണ്ട് നസീബുൻ, ഒരു ഓഹരി, മുഖററുൻ സ്ഥിരമായ ഒരു ഓഹരി, ലിദവിൽ ഹാജാത്ത് ആവശ്യക്കാർക്ക്. അല്ലാഹു സുബ്ഹാനഹു വ തആല നോക്കൂ, അവന് വേണ്ടി നിസ്കരിക്കുന്നവരെ കുറിച്ച് അവർ വെറും നിസ്കാരക്കാരല്ല, അങ്ങനെയുള്ള ഇബാദത്ത്, ചെലവില്ലാത്ത ഇബാദത്ത്. നിസ്കരിക്കാൻ ചെലവൊന്നുമില്ലല്ലോ. ചെലവില്ലാത്ത ഇബാദത്തിന്റെ മാത്രം ആളുകളല്ല അവർ, മറിച്ച് അവർക്ക് പ്രിയപ്പെട്ട ഏതൊരു മനുഷ്യനും പ്രിയപ്പെട്ടതാണ് സമ്പത്ത്. അള്ളാഹു സമ്പത്തിനോട് ഹുബ്ബുള്ളവനായിട്ടാണ് മനുഷ്യനെ പഠിച്ചിട്ടുള്ളത്. സുയ്യിന ലിന്നാസി ഹുബ്ബുശ് ശഹവാതി മിനൻ നിസാഇ والبنين والقناطير المقنطرة من الذهب والفضة والخيل المسومة والأنعام والحرث ذلك متاع الحياة الدنيا. الله سبحانه وتعالى സ്വർണവും വെള്ളിയും അതിന്റെ കൂമ്പാരങ്ങൾ, നല്ല വാഹനങ്ങൾ, നല്ല വീടുകൾ, ഇതെല്ലാം മനുഷ്യന് പ്രിയപ്പെട്ടതാക്കപ്പെട്ടിരിക്കുന്നു, അവൻ അലങ്കാരമാക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ മനുഷ്യൻ സമ്പത്തിനോട് പ്രിയമുള്ളവൻ, അങ്ങനെയുള്ളവർക്ക് ഇഷ്ടമുള്ളത് അവർ അതിൽ നിന്നൊരു ഉറച്ച ഓഹരി മാറ്റിവെക്കുന്നു സായിലിനും മഹ്റൂമിനും വേണ്ടി. റബ്ബുമായുള്ള അവരുടെ സില, ബന്ധം, നിസ്കാരം അവർ നിറവേറ്റുന്നവരാണ്. അതോടൊപ്പം റബ്ബിന്റെ പടപ്പുകളോടുള്ള
അവരുടെ ബാധ്യത അവർ മറക്കുന്നില്ല. മറിച്ച് പടപ്പുകളോട് അവർ റഹ്മത്തുള്ളവരാണ്. പടപ്പുകൾക്ക് അവർ നൽകുന്നവരാണ്. അങ്ങനെയുള്ളവർക്ക് അല്ലാഹു റബ്ബുൽ ആലമീൻ അവരുടെ സ്വഭാവത്തിന് യോജിച്ച പ്രതിഫലം നൽകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളതുപോലെ വല്ലാഹു ഫി ഔനിൽ അബ്ദ് മാ കാന അൽ അബ്ദു ഫി ഔനി അഖീഹി. ഒരുവൻ തന്റെ സഹോദരനെ സഹായിച്ചുകൊണ്ടിരിക്കെ സഹായിക്കുന്നവനാണോ അവന്റെ സഹായത്തിന് അല്ലാഹു ഉണ്ടായിക്കൊണ്ടേയിരിക്കും. വല്ലാഹു ഫി ഔനിൽ അബ്ദ്, അല്ലാഹു ഒരടിമയെ സഹായിപ്പിച്ചുകൊണ്ടേയിരിക്കും. അവന്റെ സഹായത്തിന് അല്ലാഹു എത്തുന്നതാണ്. മാ കാന അൽ അബ്ദു ഫി ഔനി അഖീഹി, അടിമ തന്റെ സഹോദരനെ സഹായിച്ചുകൊണ്ടിരിക്കുകയല്ല, അല്ലാഹു റബ്ബുൽ ആലമീൻ അവനെ സഹായിക്കുന്നതാണ്. അസ്സദഖതു ബുർഹാനുൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സദഖ എന്നത് ബുർഹാനാണ്, തെളിവാണ്. ഈമാനുണ്ട് എന്നതിന് വ്യക്തമായ തെളിവാണ് സദഖ. കാരണം എന്തിനാണ് മനുഷ്യൻ അവന് പ്രിയപ്പെട്ടത്, അവൻ സമ്പാദിച്ചുണ്ടാക്കിയത്, അത് മറ്റൊരുവന് കൊടുക്കുന്നത് അവന്റെ ഈമാനിനുള്ള തെളിവാണ്. അള്ളാഹുവിന്റെ അജ്ർ, അവന്റെ മഹത്തായ പ്രതിഫലം പ്രതീക്ഷിക്കുന്നവരാണ് അങ്ങനെ കൊടുക്കുകയുള്ളൂ. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് വസ്സദഖതു ബുർഹാനുൻ, സദഖ എന്നത് ബുർഹാൻ, തെളിവാണ്, കൊടുക്കുന്നവന്റെ ഈമാനിനുള്ള തെളിവാണ്. ഈ മുഅ്മിനുകൾ അവർ പടപ്പുകൾ, അല്ലാഹുവിന്റെ പടപ്പുകളെ മറക്കാത്തവരാണ്. അവർ അവരുടെ സഹജീവികളോട് റഹ്മത്ത് കാണിക്കുന്നവരാണ്, അവർക്ക് നൽകുന്നവരാണ്. വല്ലദീന ഫീ അംവാലിഹിം ഹഖ്ഖുൻ മഅലൂം, അവരുടെ സമ്പത്തിലുണ്ട് മഅലൂമായ ഒരു ഹഖ്, അഥവാ അറിയപ്പെട്ട സ്ഥിരമായ ഒരു ഓഹരിയുണ്ട്. ലിസ്സാഇൽ, ചോദിച്ചു വരുന്നവന്, വൽ മഹ്റൂം, തടയപ്പെട്ടവൻ. അല്ലാഹു തന്നെ പറഞ്ഞു വഅമ്മസ്സായില ഫലാ തൻഹർ, വഅമ്മസ്സായില ഫലാ തൻഹർ, സായിലനെ നീ ലാ തൻഹർ, അവനെ നീ വിരട്ടരുത്, ചോദിച്ചു വരുന്നവനെ നീ വിരട്ടരുത് എന്നാണ്. ചോദിച്ചു വന്നയാൾക്ക് കൊടുക്കണമെന്നാണ്. യാചന പ്രോത്സാഹിപ്പിക്കാത്ത രൂപത്തിൽ. അതെങ്ങനെയാണ്? ചില ആളുകളുണ്ടാവും, നല്ല ആരോഗ്യം ഉണ്ടാവും, ഒരു കേടുപാടുണ്ടാവില്ല, വെറുതെ ഇറങ്ങി ജീവിക്കുന്ന ആളുകൾ. കാരണം ചോദ്യം എന്നത് അങ്ങനെയാണ്. ചോദ്യത്തിന്റെ വാതിൽ തുറന്നവന് അള്ളാഹു ദാരിദ്ര്യത്തിന്റെ വാതിൽ തുറന്നു കൊടുക്കുന്നു. പിന്നെ അവൻ അതിലാവും. എത്ര കിട്ടിയാലും അവൻ ചോദിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ എത്രയോ യാചകരെ നമ്മൾ കേട്ടിട്ടില്ലേ? എത്രയോ യാചകരെ കേട്ടിട്ടുണ്ട്. വലിയ നമുക്കൊന്നുമില്ലാത്ത ബാങ്ക് ബാലൻസ് ഉണ്ടാവും, ഇതൊക്കെ ഇറന്നുണ്ടാക്കിയതാണ്. എന്നാൽ മരിക്കോളെ ഈ ഇരപ്പ് നിർത്തൂലല്ലോ, ഇറന്നുകൊണ്ടേയിരിക്കും. കാരണം അത് ഒരു ബലാഅാണ്, ഒരു പരീക്ഷണമാണ്. ദൈവം പെട്ടു, പിന്നെ ചോദ്യമാണ്, ചോദിച്ചുകൊണ്ടേയിരിക്കും. അല്ലാഹു നമുക്ക് ആഗ്രഹിച്ചില്ല. അപ്പൊ ആ വൃത്തികെട്ട സ്വഭാവം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്, ആരെങ്കിലും തകസ്സുറിന് വേണ്ടി ചോദിച്ചാൽ, തകസ്സുർ എന്താണ്? തകസ്സുർ ഉള്ളത് കുറെ ഉണ്ട്, അത് പിന്നെയും കൂട്ടാൻ വേണ്ടിയുള്ള ചോദ്യമാണ്. സമ്പാദ്യം കുറെ ഉണ്ട്, അത് വീണ്ടും അതിനുവേണ്ടി ചോദിച്ചാൽ ഖിയാമത്ത് നാളിൽ മുഖത്ത് മാംസമില്ലാത്തവനായി അവൻ പരലോകത്ത് ഖിയാമത്ത് നാളിൽ വരുന്നതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. അത് പാടില്ലാത്തതാണ് ആ ചോദ്യം. ഒരു ആരോഗ്യത്തിന് യാതൊരു കേടുപാടില്ലാത്ത ആള്, പണിയെടുത്ത് ജീവിക്കാൻ പറ്റിയ ആളാണ്. അങ്ങനെയുള്ള ആളുകൾ ചോദിച്ചു വന്നാൽ അവനെ പറഞ്ഞേക്കാം, പണിയെടുത്ത് ജീവിക്കാം സുഹൃത്തെ, ഇങ്ങനെ എറിഞ്ഞ് ജീവിക്കല്ല എന്ന് പറഞ്ഞേക്കാം. അങ്ങനെയുള്ളവർക്ക് കൊടുത്തിട്ട് എന്ത് പ്രോത്സാഹിപ്പിക്കരുത്, യാചന പ്രോത്സാഹിപ്പിക്കരുത്. അതല്ല, എന്തെങ്കിലും കേടുപാടുള്ള ആളുകളായിരിക്കും, ചിലപ്പോൾ വലിയ ബുദ്ധിമുട്ടുകൾ പറഞ്ഞു വരുന്ന ആളുകളായിരിക്കും, വലിയ ബുദ്ധിമുട്ട് എന്തെങ്കിലും പറഞ്ഞു വരുന്ന ആളായിരിക്കും. ആളുകൾ പണിയെടുത്താലും നടക്കാത്ത രൂപത്തിലുള്ള വലിയ ബുദ്ധിമുട്ടുകൾ, വലിയ രോഗങ്ങൾ, അടുത്തുള്ള ആളുകളുടെ, പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ പെൺകുട്ടികളുടെ വിവാഹം വലിയ ചെലവുള്ള കാര്യമാണ് നമ്മുടെ നാട്ടിൽ പൊതുവെ. അങ്ങനെ ഉള്ള ആവശ്യങ്ങൾ അതൊക്കെ പറഞ്ഞു പറഞ്ഞാൽ നമുക്ക് ചൂഴ്ന്നന്വേഷിക്കാൻ കഴിയില്ലല്ലോ. കൊടുത്തേക്കുക, അല്ലെങ്കിൽ ജോലി എടുക്കാൻ കഴിയാത്ത ആളായിരിക്കും, ആരോഗ്യമില്ലാത്ത ആളായിരിക്കും. അങ്ങനെയുള്ള ആളുകൾക്ക് കൊടുത്തേക്കുക, സായിലാണ്, അവരെ വിരട്ടരുത്. ഒന്നുമില്ല വാഹനം നമുക്ക് തോന്നുന്നത് എന്താണ്? വെറുതെ ഇറക്കാമെന്നാണ്. നല്ല ആരോഗ്യമുള്ള ആളാണ്, അങ്ങനെയുള്ള ആളുകൾ ഉപദേശിക്കുക, പണിയെടുത്ത് ജീവിക്കുക, വ്യാജന പ്രോത്സാഹിപ്പിക്കുന്ന രൂപത്തിൽ അവർക്ക് കൊടുക്കാതിരിക്കുക.
എന്നാൽ നമ്മുടെ സ്വഭാവം എപ്പോഴും സഖാ ആയിരിക്കണം, അഥവാ കൊടുക്കലായിരിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സ്വഭാവം അങ്ങനെയായിരുന്നു. അവിടുന്ന് ധാരാളമായി അവിടുത്തെ കയ്യിലുള്ളത് തീർന്നു പോകുവോളം കൊടുക്കാറുണ്ടായിരുന്നു. സ്വലവാത്തുല്ലാഹി വസലാമുഹു വബറകാതുഹു അലൈഹി. ലിസ്സായിലി വൽ മഹ്റൂം, മഹ്റൂമിനും കൊടുക്കുന്ന ആളുകളാണ്. മഹ്റൂം എന്ന് പറഞ്ഞാൽ അല്ലദീ ഹുരിമ, അവൻ തടയപ്പെട്ടിരിക്കുന്നു സമ്പത്ത്, അവന് സമ്പത്ത് തടയപ്പെട്ടിരിക്കുന്നു, അവന് സമ്പത്തില്ല. ഹുരിം, അങ്ങനെയുള്ള ആളുകൾക്ക് കൊടുക്കേണ്ടതാണ്. ലിസ്സായിലി വൽ മഹ്റൂം, സമ്പത്ത് കിട്ടാനുള്ള മാർഗങ്ങൾ അവർക്ക് തടയപ്പെട്ടിരിക്കുന്നു. വല്ലദീന യുസദ്ദിഖൂന ബിയൗമിദ്ദീൻ, വല്ലദീന യുസദ്ദിഖൂന ബിയൗമിദ്ദീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മുഅ്മിനുകളെ കുറിച്ച് പറയുന്നു, വല്ലദീന യുസദ്ദിഖൂൻ, അവർ സത്യപ്പെടുത്തുന്നവരാണ്. വല്ലദീന യുസദ്ദിഖൂൻ, അവർ സത്യപ്പെടുത്തുന്നവരാണ്. ബിയൗമിദ്ദീൻ, യൗമുദ്ദീനിൽ, യൗമുദ്ദീനിൽ വിശ്വസിക്കുന്ന ആളുകളാണ് അവർ. അതുകൊണ്ടാണ് അവരിത് കൊടുക്കുന്നത്. والذين يصدقون بيوم الدين أي يوقنون بالمعاد والحساب والجزاء. തിരിച്ചു പോകേണ്ടി വരും റബ്ബിന്റെ അരികിലേക്ക്. അവൻ കണക്ക് നോക്കുന്നവനാണ്, അവൻ ജസാ, പ്രതിഫലം നൽകുന്നവനാണ് എന്നൊക്കെ മനസ്സിലാക്കിയിട്ടുള്ള ആളുകളാണ് അവർ. فهم يعملون عمل من يرجو الثواب ويخاف العقاب. അവർ കൊടുക്കുമ്പോൾ എന്ത് പ്രതീക്ഷിച്ചാണ് കൊടുക്കുന്നത്? അള്ളാഹുവിന്റെ പ്രതിഫലം പ്രതീക്ഷിച്ചും അവന്റെ ശിക്ഷ ഭയപ്പെട്ടു. കാരണം ശിക്ഷയിൽ നിന്ന്, അള്ളാഹുവിന്റെ അദാബിൽ നിന്ന് രക്ഷപ്പെടുത്താൻ സദഖ പോലെ ഒരു അമലില്ല എന്നാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്, ഇത്തഖുൻ നാറ വലൗ ബിശിഖ്ഖി തംറത്തിൻ. നരകത്തെ നീ കാത്തുകൊള്ളുക, അതിൽ നിന്ന് നീ നിന്റെ തടിയെ രക്ഷിച്ചുകൊള്ളുക. വലൗ ബിശിഖ്ഖി തംറത്തിൻ, ഒരു കാരക്കയുടെ ചീളുകൊണ്ടെങ്കിൽ. സദഖ കൊടുത്ത അദാബിൽ നിന്ന് രക്ഷപ്പെട്ടവന്റെ ഉദാഹരണം ആരെപ്പോലെയാണ്? ഒരാളെ കയ്യും കാലും ഒക്കെ ബന്ധിച്ചിരിക്കും, എന്നിട്ട് അയാളെ തല വെട്ടാൻ വേണ്ടി കൊണ്ടുപോകുക. ആ സമയത്ത് അയാൾ പറഞ്ഞു, എന്താണ് വേണ്ടത്? തരാം, എന്നെ രക്ഷപ്പെടുത്തിയേക്ക്, എന്നെ ഒഴിവാക്കി. അയാൾ പൈസ കൊടുത്തിട്ട് അയാളുടെ ജീവൻ രക്ഷിച്ചിരിക്കുന്നു. ഇതേപോലെയാണ് സദഖ കൊടുക്കുന്നത്. ദുനിയാവിൽ ഉള്ള പരീക്ഷണങ്ങൾ തടുക്കുന്നതാണ് സദഖ. സദഖ ബലായിനെ തടയുന്നു, പരീക്ഷണത്തെ തടയുന്നു. സദഖ, പരീക്ഷണം, ഇത് രണ്ടും മത്സരത്തിലാണ്. നമ്മൾ സദഖ നേരത്തെ കൊടുത്താൽ, വേഗത കാണിച്ചാൽ അതുകൊണ്ട് ബല തടയപ്പെടും. ഒന്നേ എത്തുള്ളൂ, രണ്ടും ഒരുമിച്ച് എത്തുകയില്ല എന്നാണ്. ബലാഇനെ തടയണോ, പരീക്ഷണത്തെ തടയണോ, ദുനിയാവിൽ തന്നെ സദഖ കൊടുത്തുള്ളൂ. ഇത് അള്ളാഹുവിന്റെ ഖദറിനെ അവന്റെ ഖദർ കൊണ്ട് തടയലല്ല. അള്ളാഹുവിന്റെ ഖദറിനെ തടയലല്ല, പിന്നെയോ അള്ളാഹുവിന്റെ ഖദറിനെ അവന്റെ ഖദർ കൊണ്ട് തടയലല്ല. എന്ത്? സദഖ കൊടുത്ത് ബലാഇൽ നിന്ന് രക്ഷപ്പെടുക. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ അൽവാബിൽ സയ്യിദ് വറാഫിഉൽ കലിമി ത്വയ്യിബ് എന്ന കിതാബിൽ പറഞ്ഞു, ഇത് എല്ലാവർക്കും ഉള്ളതാണ്, കാഫിറിന് പോലും. ദുനിയാവിൽ അവന് വരാനിരിക്കുന്ന പരീക്ഷണങ്ങൾ, ദുനിയാവിലുണ്ടാകുന്ന പ്രയാസങ്ങൾ തടയപ്പെടും. എന്തു മുഖേന? സദഖ മുഖേന. അതുപോലെ തന്നെയാണ് അതിന്റെ അസർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സദഖയെ കുറിച്ച് ബഖീലിന്റെയും മുതസദ്ദിഖിന്റെയും ഉദാഹരണം പഠിപ്പിച്ചത് സഹീഹുൽ ബുഖാരിയിൽ കാണാം. ബഖീലിന്റെയും മുതസദ്ദിഖിന്റെയും ഉദാഹരണം. ബഖീൽ പിശുക്കൻ, മുതസദ്ദിഖ് സദഖ ധാരാളമായി കൊടുക്കുന്നു. രണ്ടുപേരുടെയും ഉദാഹരണം ഒരാളെ പോലെയാണ്. അയാളുടെ ശരീരത്തിൽ ഒരു ജുബ്ബയുണ്ട്, മിൻ ഹദീദ്, ഇരുമ്പിന്റെ ഒരു ജുബ്ബയാണ്. എവിടെ തൊട്ടാണുള്ളത്? കഴുത്ത് തൊട്ട് മാറുവരെയാണ് അതുള്ളത്. കൈകൾ ഇങ്ങനെ കുടുങ്ങിയിരിക്കുന്നു. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആംഗ്യം കാണിച്ചു. സദഖ കൊടുക്കുന്നവൻ, പിശുക്കില്ലാത്തവൻ, ഓരോ സദഖയും കൊടുക്കുന്നതിന് അവന്റെ കുപ്പായം അതാ വിശാലമായി വരും. അവന്റെ കൈകൾ നീളുന്നു, കാലുകൾ താഴേക്ക് നീണ്ടുപോകുന്നു ആ വസ്ത്രം.
എത്രത്തോളം അത് നീണ്ടുപോയി അവന്റെ വിരലുകൾ പോലും മറക്കുന്നു, കാൽവിരലുകൾ പോലും മറക്കുന്നു. അവനൊരു മരുഭൂമിയിലൂടെ നടന്നുപോയാൽ നടന്നതിന്റെ ആധാർ കാലടിപ്പാടുണ്ടാവില്ല, അത് കാണൂല. എന്താ കാരണം? ഈ വസ്ത്രം താഴേക്ക്, നിര്യാണിക്ക് താഴേക്ക് പോയാൽ, കാലിനടിയിലേക്ക് പോയാൽ എന്തുണ്ടാവും? അത് വലിച്ചഴിച്ച് ഇവന്റെ ആസറുകൾ, നടന്നുപോയ ആസറുകൾ മായ്ച്ചു കളയും. വിരലുകൾ പോലും മറക്കുന്ന രൂപത്തിൽ അത് വിശാലമാകും. കൈകൾ ഇതൊക്കെ ഇഷ്ടമുള്ളിടത്തേക്ക് ചലിപ്പിക്കാൻ കഴിയും. മുതസദ്ദിഖ് ബഖീലിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവൻ എവിടെ കൊടുക്കാൻ ശ്രമിക്കുമ്പോഴും അവന്റെ ഉള്ളിലുള്ള പിശുക്ക് അവൻ തടയും. അവനത് വിശാലമാക്കാൻ ശ്രമിക്കും, അതിങ്ങനെ പിടിച്ച് വലുതാക്കാൻ ശ്രമിക്കും. പക്ഷെ അത് വലുതാവുകയില്ല, കുടുങ്ങിപ്പോകും. സുബ്ഹാനല്ലാഹ്, വളരെ മഹത്തായ ഒരു ഉദാഹരണമാണ് സദഖ. അത് പാപങ്ങളെ മായ്ച്ചു കളയും, തെറ്റുകളെ മൂടി വെക്കും. അള്ളാഹു നമ്മുടെ പാപങ്ങൾ ജനങ്ങൾക്കിടയിൽ അള്ളാഹു മറച്ചു കളയും. അള്ളാഹു സുബ്ഹാനഹു വ തആല അത് മറച്ചു കളയും. ആളുകൾക്ക് മുതസദ്ദിഖിന്, സദഖ കൊടുക്കുന്നവന് ഇഷ്ടമായിരിക്കും. അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടിയാണ് നമ്മൾ കൊടുക്കേണ്ടത്, ആളുകൾക്ക് വേണ്ടിയല്ല. പക്ഷെ ആളുകൾക്ക് മുതസദ്ദിഖിനെ ഇഷ്ടമായിരിക്കും. ബഖീലിനെ ഇബ്നുൽ ഖയ്യിം പറഞ്ഞു, സ്വന്തം മക്കൾക്ക് പോലും വെറുപ്പായിരിക്കും. സ്വന്തം മക്കൾക്ക് പോലും അവനോട് വെറുപ്പായിരിക്കും. പിശുക്കനാണ്, പിശുക്ക് ഒരാൾക്ക് ഇഷ്ടപ്പെടുകയില്ല. മുതസദ്ദിഖിനെ കുറിച്ച് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, പല തെറ്റുകളും അയാൾക്കുണ്ടെങ്കിലും ശരി, ജനങ്ങൾ എന്ത് ചെയ്യും? അത് മൂടി വെക്കും. ജനങ്ങൾക്ക് അവന്റെ തെറ്റുകൾ അറിയാമെങ്കിലും ശരി, അവനെ കുറിച്ച് പറയുമ്പോൾ, അവനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അവരുടെ മനസ്സിൽ ആദ്യം വരാൻ എന്താണ്? അവന്റെ നന്മയാണ്. അങ്ങനെ എത്ര ആളുകൾ നിങ്ങൾ ചിന്തിച്ചു? എത്ര ആളുകൾ നന്നായിട്ട് കൊടുക്കും കേട്ടോ എന്ന് അയാളെ കുറിച്ച് ആളുകൾ പറയും. ആളുകളുടെ മനസ്സിൽ എന്തൊക്കെ എതിർപ്പുണ്ടെങ്കിലും ഒരു ഹുബ്ബ് അയാളോട് ഉണ്ടാവും. അതെന്തിന്റെ അർത്ഥമാണ്? സദഖയുടെ അർത്ഥമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഭംഗിയുള്ള ഉദാഹരണമാണ് പറഞ്ഞത്. അത് അള്ളാഹുവിങ്കലും തൃപ്തി നേടിക്കൊടുക്കുന്ന കാര്യമാണ് സദഖ എന്നത്. ഒക്കെ ഒരുപാട് അനുഭവമുള്ള കാര്യമാണ്. ആളുകളെ കുറിച്ച് നമ്മളങ്ങനെ നമ്മൾ തന്നെ പറയുന്നത്, നമ്മൾ തന്നെ എന്തൊക്കെ എതിർപ്പുള്ള ആളാണെങ്കിലും ശരി, ആളുടെ തസദ്ദുഖ് അത് നമ്മുടെ ഖൽബിലേക്ക് ആദ്യം വരും. തെറ്റുകൾ അയാളെക്കുറിച്ച് നമുക്കൊരു രൂക്ഷ സ്വഭാവം നമുക്ക് തോന്നുകയില്ല. എത്ര അടുപ്പുള്ള ആളാണെങ്കിലും ശരി, എത്ര അടുപ്പമുള്ള ആളാണെങ്കിലും ശരി, പിശുക്ക് പൊതുവെ നല്ല മനുഷ്യർ അത് ഇഷ്ടപ്പെടാത്ത കാര്യമാണ്. ആരാണ് മനസ്സിന്റെ ശുഹയിൽ നിന്ന് രക്ഷപ്പെട്ടത്? അവനാണ് വിജയിച്ചിട്ടുള്ളത്. മനസ്സിന്റെ പിശുക്ക്. ഇബ്നുൽ ഖയ്യിം അദ്ദേഹം ആ കിതാബിൽ തന്നെ ചില സഹാബിമാർ അല്ലാഹുമ്മ ഖിനി ശുഹ നഫ്സി, അല്ലാഹുമ്മ ഖിനി ശുഹ നഫ്സി എന്ന് ദുആ ചെയ്യാറുണ്ടായിരുന്നതായി എടുത്തു പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവേ, നഫ്സിന്റെ ശുഹയിൽ നിന്ന് നീ എന്നെ രക്ഷപ്പെടുത്തണേ. കാരണം അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, വമയൂഖ ശുഹ നഫ്സിഹി ഫഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, ആ പിശുക്കിൽ നിന്ന് രക്ഷപ്പെട്ടവനാണ് വിജയി എന്ന് അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു ഗോത്രം വന്നിട്ട് പറഞ്ഞു, നബിയെ, ഞങ്ങളുടെ നേതാവ് ഇന്നാളാണ്, ഫുലാൻ നല്ല മനുഷ്യനാണ്, പക്ഷെ ഒരു കുഴപ്പമുണ്ട്, ആള് പിശുക്കനാണ്, ബഖീലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അയ്യു ദാഇൻ അദ്വാ മിനശ്ശുഹ്, പിശുക്കിനേക്കാളും കടുത്ത രോഗം വേറെ എന്തുണ്ട്? ബൽ അമീറുക്കും ഫുലാൻ, നിങ്ങൾ അമീർ അയാളല്ല, വേറെ ആളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളല്ല, വേറെ ആളാണ് നിങ്ങളുടെ അമീർ എന്ന് പറഞ്ഞു. കാരണം അത് ഒരാൾക്ക് യോജിച്ച, നല്ല ആൾക്ക് യോജിച്ച, പ്രത്യേകിച്ച് ഒരു അമീറിന് തീരെ യോജിച്ച സ്വഭാവമല്ല ബുഖൽ, ശുഹ് പോലുള്ള സ്വഭാവം, പിശുക്കുക എന്നത്. മറിച്ച് മുഅ്മിനുകൾ അവർ കറം, ജൂദ്, സദഖ, അത് അവരുടെ സ്വഭാവമാണ്. والذين إذا أنفقوا لم يسرفوا ولم يقتروا وكان بين ذلك قواما. അള്ളാഹു മുഅ്മിനുകളെ കുറിച്ച് പറഞ്ഞു, അവർ ചെലവഴിച്ചാൽ അവർ ദൂർത്തടിക്കുകയില്ല, അവർ പിശുക്കുകയുമില്ല. കാന ബൈന ദാലിക ഖവാമ, അവർ അതിന് രണ്ടിനുമിടയിൽ നിലകൊള്ളുന്ന ആളുകളാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനുകളെ കുറിച്ച് ഇതാ ഈ സൂറത്തിൽ പറയുന്നു, വല്ലദീന യുസദ്ദിഖൂന ബിയൗമിദ്ദീൻ, ഖിയാമത്ത് നാളിനെ കുറിച്ച് ഉറച്ചു വിശ്വസിക്കുന്നവരാണ്. വല്ലദീന ഹും മിൻ അദാബി റബ്ബിഹിം മുശ്ഫിഖൂൻ,
വല്ലദീന ഹും അവർ മിൻ അദാബി റബ്ബിഹിം അവരുടെ റബ്ബിന്റെ അദാബിനെ കുറിച്ച് മുഷ്ഫിഖൂൻ കിടിലം കൊള്ളുന്നവരാണ്, പേടിയുള്ളവരാണ്. അതിനെക്കുറിച്ച് ശഫഖത്തുള്ളവരാണ് അവർ, പേടിക്കുന്നവരാണ്. ഇന്ന അദാബ റബ്ബിഹിം അവരുടെ റബ്ബിന്റെ അദാബ് ഗൈറു മഅ്മൂൻ, മഅ്മൂനല്ല. മഅ്മൂൻ എന്നാൽ പേടിക്കേണ്ടതില്ലാത്ത, അമ്നുള്ള കാര്യം, പേടിക്കേണ്ട ആവശ്യമില്ലാത്ത ഒരു കാര്യമല്ല അല്ലാഹുവിന്റെ അദാബ്, മറിച്ച് അത് പേടിക്കേണ്ട കാര്യം തന്നെയാണ്. അതുകൊണ്ട് അത് പേടിക്കുന്നവരാണ് ഈ മുഅ്മിനുകൾ, പേടിച്ചുകൊണ്ട് അവർ കൊടുക്കുന്നവരാണ്. മുശ്ഫിഖൂൻ എന്നാൽ ഖായിഫൂന വജിലൂൻ, പേടിയും അതുപോലെ അവരുടെ കൽബുകൾ കിടിലുകൊള്ളുകയും ചെയ്യുന്ന ആളുകളാണ് അവർ. ഇന്ന അദാബ റബ്ബിഹിം ഗൈറു മഅ്മൂൻ ഐ ലാ യഅ്മനുഹു അഹദുൻ മിമ്മൻ അഖല അനില്ലാഹി അംറ. അല്ലാഹുവിന്റെ അംർ ബുദ്ധി ഉപയോഗിച്ച് മനസ്സിലാക്കിയിട്ടുള്ള ഒരാളും അല്ലാഹുവിന്റെ അദാബിനെ പേടിക്കുകയില്ല. ഇല്ലാ ബി അമാനിൻ മിനല്ലാഹി തബാറക വതആല. അല്ലാഹു നമുക്ക് നിർഭയത്വം തന്നാലല്ല, അദാബ് പേടിക്കണ്ടെന്ന് അല്ലാഹു പറഞ്ഞാലല്ലാതെ നമുക്ക് പേടിക്കാൻ ഇരിക്കാൻ കഴിയില്ല. മുഅ്മിനുകൾക്ക് അല്ലാഹു അവരുടെ മരണത്തോടെ പറയും, അല്ലാഹു അമാൻ കൊടുക്കും, ഇനി പേടിക്കേണ്ടതില്ല. അല്ലാ തഖാഫു വലാ തഹ്സനു, നിങ്ങൾ പേടിക്കേണ്ടതില്ല, ഇനി ദുഃഖിക്കേണ്ടതില്ല എന്ന അവന്റെ മലായികത്തിന്റെ സന്തോഷ വാർത്ത കിട്ടിയാലല്ലാതെ ഒരു മുഅ്മിനിന് അല്ലാഹുവിന്റെ അദാബിനെ കുറിച്ച് നിർഭയനായിരിക്കാൻ സാധിക്കുകയില്ല. ഇനി നോക്കൂ, മുഅ്മിനുകളുടെ വളരെ മഹത്തായ ഒരു സ്വഭാവം അല്ലാഹു എടുത്തു പറയുന്നു. വല്ലദീന ഹും ലിഫുറൂജിഹിം ഹാഫിദൂൻ ഇല്ലാ അലാ അസ്വാജിഹിം ഔ മാ മലകത് അയ്മാനുഹും ഫഇന്നഹും ഗൈറു മലൂമീൻ ഫമൻ ഇബ്തഗാ വറാഅ ദാലിക ഫഉലൈക ഹുമുൽ ആദൂൻ. വല്ലദീന ഹും അവർ ലിഫുറൂജിഹിം ഹാഫിദൂൻ അവരുടെ ഫർജുകളെ ഹിഫ്ള് ചെയ്യുന്നവരാണ്. ഫുറൂജ് എന്നത് ഗുഹ്യാവയവങ്ങൾ എന്നാണ് അതിന്റെ അർത്ഥം. ഹാഫിദൂൻ സൂക്ഷിക്കുന്നവരാണ്. ഇല്ലാ അലാ അസ്വാജിഹിം അവരുടെ ഭാര്യമാരോട് ഒഴികെ, അവരുടെ ഇണകളോട് ഒഴികെ, ഔ മാ മലകത് അയ്മാനുഹും അല്ലെങ്കിൽ മാ മലകത് എന്താണ് ഉടമപ്പെടുത്തിയത്, അയ്മാനുഹും അവരുടെ വലങ്കൈകൾ, അവരോടൊഴികെ, അഥവാ അടിമ സ്ത്രീകളാണ് ഉദ്ദേശം. ഫഇന്നഹും അപ്പോൾ അവരോട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത്, അങ്ങനെ അവർ ചെയ്യുന്നത് കൊണ്ട് ഗൈറു മലൂമീൻ അവർ മലൂമുകളല്ല. മലൂം എന്നാൽ ലൗമത്തിന് വിധേയരാകുന്നവർ, ആക്ഷേപാർഹർ. അപ്പോൾ അവർ ആക്ഷേപത്തിന് അർഹരല്ല. ഫമൻ ഇബ്തഗ എന്നാൽ ആരാണോ തേടിപ്പോയത്, ആഗ്രഹിച്ചത്, വറാഅ ദാലിക അതിനു പുറമേ ഉള്ളത്, അഥവാ അസ്വാജ് മിൽകുൽ യമീൻ ഭാര്യമാർ, അടിമ സ്ത്രീകൾ, ഇതല്ലാത്തത് അല്ലാത്ത മറ്റു വല്ല വഴിയും തേടിപ്പോകുന്നത് ആരാണോ ഫഉലൈക ഹും അവർ തന്നെയാകുന്നു അൽ ആദൂൻ അതിരുവിട്ട ആളുകൾ. ഫഉലൈക ഹുമുൽ ആദൂൻ അവർ തന്നെയാണ് അതിരുവിട്ടിട്ടുള്ള ആളുകൾ. ഇവിടെ ഹിഫ്ളുൽ ഫുറൂജ് ഗുഹ്യാവയവങ്ങൾ സംരക്ഷിക്കുക എന്ന വളരെ മഹത്തായ, വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഏറ്റവും കടുത്ത തെറ്റേതാണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് എന്താണ്? അൻതജഅല ലില്ലാഹി നിദ്ദൻ വഹുവ ഖലഖക, നീ അല്ലാഹുവിനെ ഒരു നിദ്ദിനെ ഉണ്ടാക്കണം, അവനാണ് നിന്നെ പടച്ചത് എന്നിരിക്കെ. ഇതൊരു ശിർക്കിന്റെ അങ്ങേയറ്റത്തെ ഒരു കാര്യമാണ് റസൂലുള്ളാഹി പഠിപ്പിച്ചത്. വെറും ശിർക്കല്ല, നീ അല്ലാഹുവിനൊരു സമനെ ഉണ്ടാക്കലാണ്. ഇബാദത്ത് അല്ലാഹു കൊടുക്കുന്ന ഇബാദത്ത് മറ്റൊരുത്തന് കൊടുത്താൽ അത് അല്ലാഹുവിന് സമനം ഉണ്ടാക്കലായി, നിദ്ദിനെ ഉണ്ടാക്കലായി. പക്ഷേ ശിർക്ക് ചെയ്യുക എന്ന് പറയാതെ ശിർക്കിലെ ഏറ്റവും കടുത്ത ഇനമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. വീണ്ടും ചോദിച്ചു, പിന്നെ ഏതാണ്? അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊലപാതകമാണ് പറഞ്ഞത്. പക്ഷെ കൊലപാതകത്തിലെ ഏറ്റവും കടുത്ത ഇനമാണ് പറഞ്ഞത്. അൻ തഖ്തുല വലദക മഖാഫത അൻ യഅകുല മഅക, നിന്റെ കുട്ടിയെ നീ കൊല്ലലാണ്. മഖാഫത അൻ യഅകുല മഅക, നിന്റെ കൂടെ തിന്നുമെന്ന് പേടിച്ചിട്ട്. എന്ന് പറഞ്ഞാൽ റിസ്ക് ഇനി പോറ്റാൻ കഴിയില്ലെന്ന് പേടിച്ച് കുട്ടിയെ കൊല്ല. കടുത്ത കൊലപാതകങ്ങളിൽ കടുത്ത കൊലപാതകമാണ്, വെറും കൊലപാതകമല്ല. വീണ്ടും ചോദിച്ചു, പിന്നെ ഏതാ? അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ്യഭിചാരമാണ് പറഞ്ഞത്. വെറും വ്യഭിചാരമല്ല, വ്യഭിചാരത്തിൽ കടുത്തത്. അൻ തുസാനിയ ഹലീലത ജാരിക, അൻ തുസാനിയ ഹലീലത ജാരിക, നീ നിന്റെ അയൽവാസിയുടെ ഹലീൽ, ഹലീൽ എന്നാൽ അവന് ഹലാലായ പെണ്ണ്, അവന്റെ ഭാര്യ,
അവളുമായി വ്യഭിചരിക്കണം. സാധാരണ വ്യഭിചാരം പോലെയല്ല. എല്ലാ വ്യഭിചാരവും ഒന്നാണോ? എല്ലാ കൊലപാതകവും ഒരുപോലെയല്ല. അല്ല, അതുപോലെയാണ്. അള്ളാഹു സുബ്ഹാനഹു അത് വളരെ കടുത്ത തെറ്റാണ്. കാരണം ഇവനോടൊരു വിശ്വാസം ഉണ്ടാവും അയൽവാസിക്ക്. മറ്റാരെങ്കിലും എന്തെങ്കിലും ഉപദ്രവം ഉണ്ടാവുമ്പോൾ അയൽവാസികൾ അവിടെ ഉണ്ടല്ലോ, അവർ സംരക്ഷിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അവൻ, എന്ന് വിചാരിക്കുന്നവനാണ് അയൽവാസി. അയൽവാസിയോടുള്ള ബാധ്യത അതവൻ അതിലും ഉള്ള ചതി കൂടി അതിൽപ്പെട്ടു. അപ്പൊ സിന എന്നത് സുബ്ഹാനല്ലാഹ് വളരെ മോശമായ കുടുംബ വ്യവസ്ഥയും സാമൂഹിക വ്യവസ്ഥയും ഒക്കെ നശിപ്പിക്കുന്ന വളരെ മോശമായ തെറ്റാണ്. ഇന്ന് അതിലേക്ക് മുസ്ലിമീങ്ങളെ മാടി മാടി വിളിക്കുന്ന, അതിൽ മുഴുകിയിട്ടുള്ള ജനങ്ങളാണ് ഇനി നമുക്ക് ചുറ്റുമുള്ളത്. നഅൂദുബില്ലാഹ്. അള്ളാഹു നമ്മയും നമ്മുടെ കുടുംബാംഗങ്ങളെയും കാത്തുരക്ഷിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വലാ തഖറബുസ് സിനാ ഇന്നഹു കാന ഫാഹിശതൻ വസാഅ സബീലാ. വലാ തഖറബു, നിങ്ങൾ അടുത്തു പോകരുത്, സിന, വ്യഭിചാരത്തോട് അടുത്തു പോകരുത്. ഇന്നഹു കാന ഫാഹിശതൻ, ഫാഹിശതൻ എന്ന് പറഞ്ഞാൽ വെറുക്കപ്പെട്ടതിൽ ഇങ്ങനെ അറ്റത്ത് നിൽക്കുന്നതാണ്. വസാഅ സബീല, വളരെ മോശമായ മാർഗമാണ്. അള്ളാഹു അതിന്റെ എല്ലാ വാതിലുകളും ഇസ്ലാമിലൂടെ അടച്ചു കളഞ്ഞു. കടുത്ത ശിക്ഷ ഈ ലോകത്തും അള്ളാഹു അതിനെ ഏർപ്പെടുത്തി. വളരെ കടുത്ത ശിക്ഷയാണ്. ശിക്ഷകളിൽ ഏറ്റവും കടുത്ത ശിക്ഷയാണ് വ്യഭിചാരത്തിനുള്ളത്. വിവാഹിതനല്ലേ, അവന് 100 അടി അടിക്കും, നാട് കടത്തും ഒരു വർഷത്തേക്ക്. വിവാഹിതൻ എന്ന് പറഞ്ഞാൽ ഒരു ഭാര്യ നിലവിലുണ്ടാണ് എന്നതിനില്ല, ജീവിതത്തിൽ എപ്പോഴെങ്കിലും വിവാഹിതനായാൽ മതി. മനസ്സിലായോ? വിവാഹിതൻ പറഞ്ഞാൽ ഭാര്യ നിലവിലുള്ളവെന്നല്ല അതിന്റെ അർത്ഥം. ജീവിതത്തിൽ എപ്പോഴെങ്കിലും വിവാഹിതനായിട്ടുണ്ടോ അപ്പൊ അവന് ഈ ശിക്ഷയല്ല, അവിവാഹിതന്റെ ശിക്ഷയാണ് പറഞ്ഞത്. അവിവാഹിതനാണെങ്കിൽ 100 അടിയും നാട് കടത്തെടുക്കും. വിവാഹിതനാണോ, ഞാൻ ഈ പറഞ്ഞതുപോലെയാണ്, ഏതെങ്കിലും ഒരു കാലത്ത് അവൻ ലൈംഗിക വികാരം അവൻ തീർത്തിട്ടുണ്ട്, അവന് ഭാര്യ ഉണ്ടായിരുന്നു എങ്കിൽ അവന്റെ ശിക്ഷ എന്താണ്? എറിഞ്ഞു കൊല്ലണം, ആണിനെയും പെണ്ണിനെയും. എങ്ങനെ എറിഞ്ഞു കൊല്ലണം അറിയോ? വലിയ കല്ലെടുത്തെറിയാൻ പാടില്ല, വളരെ വലുത് എടുത്തിട്ടെറിയരുത്. കാരണം അന്നേരം ഒറ്റയടിക്ക് മരിച്ചു. വലിയ പാറ എടുത്തിട്ട് എറിഞ്ഞു കഴിഞ്ഞാൽ തലക്ക് അല്ലെങ്കിൽ വേറെ എവിടെ തട്ടി ഒറ്റയടിക്ക് മരിച്ചു, അതറിയാൻ പാടില്ല. വളരെ ചെറുതും പറ്റൂല, എവിടെ ശേഷില്ല, രണ്ടിനും നടുവിലുള്ള. എന്തിനാ? സുബ്ഹാനല്ലാഹ്. അതാണ് അവൻ അതിന്റെ വേദന അനുഭവിക്കും. എന്തുകൊണ്ടാണ്? കാരണം ഒരു മനുഷ്യന്റെ മനി ലൈംഗിക വികാരം പൂർത്തിയാക്കുന്ന സമയത്ത് അവന്റെ ശരീരം മുഴുവൻ സുഖം അനുഭവിക്കുന്നുണ്ട് എന്നാണ്. ലൈംഗിക അവയവം മാത്രമല്ല, മറിച്ച് അവന്റെ ശരീരം ഒന്നാകെ ലൈംഗിക സുഖം അനുഭവിക്കുന്നു എന്നാണ്. അത് വളരെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ ദുനിയാവിൽ തന്നെ അത് ശരീരത്തിന്റെ എല്ലാ ഭാഗത്തും കടുത്ത ശിക്ഷ നൽകപ്പെടും. ഒക്കെ നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എത്ര വെറുക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഗ്രഹണ നിസ്കാരം നിസ്കരിച്ച് പറഞ്ഞ ഖുതുബയിൽ അവിടുന്ന് പറഞ്ഞു, അല്ലാഹുവിനെ പോലെ ഗൈറത്തുള്ള ഒരാളുമില്ല. അൻ യസ്നി അബ്ദുഹു ഔ തസ്നി അമതുഹു. അവന്റെ ഒരു അടിമ വ്യഭിചരിക്കുമ്പോൾ, അല്ലെങ്കിൽ അവന്റെ ഒരു അടിയാത്തി പെണ്ണ് വ്യഭിചരിക്കുമ്പോൾ ഗൈറത്തുണ്ടാകുന്ന റബ്ബിനെ പോലെ ഗൈറത്തുള്ള ഒരുവനുമില്ല. എന്താണ് ഗൈറത്ത്? നമ്മുടെ വീട്ടിൽ ഉള്ള ഒരു പെണ്ണ് ഓളെ പിന്നാലെ അല്ലെങ്കിൽ ഒരുത്തൻ നടക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്കുണ്ടാകുന്ന ഒരു ഗൈറത്തുണ്ടല്ലോ, ഒരു രോഷം. അങ്ങനെ രോഷമില്ലെങ്കിൽ പിന്നെ മനുഷ്യനാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെയുള്ള രോഷം ഒരാൾക്കില്ലെങ്കിൽ അവനെ മനുഷ്യന്റെ കൂട്ടത്തിൽ കൂട്ടാൻ പറ്റില്ല, പിന്നല്ല മുസ്ലിമിന്റെ കൂട്ടത്തിൽ. സ്വന്തം വീട്ടിൽ അല്ലെങ്കിൽ സ്വന്തം ബന്ധുക്കളിൽ അങ്ങനെ ഒരു നടക്കുമ്പോൾ അത് തന്നെയാണ് വേണ്ടത്. അവനവന്റെ വീട്ടിലെ പെണ്ണുങ്ങൾ ഔറത്ത് മറക്കാതെ നടക്കുമ്പോൾ ടൈറ്റായ ചുരിദാറും ടൈറ്റായ പർദ്ദയൊക്കെ ഇട്ട് ശരീരം ഇങ്ങനെ കാണിച്ചിട്ട് നാട്ടുകാർക്ക് കാണിച്ച് നടക്കുമ്പോൾ ഗീറത്ത് വേണം പുരുഷന്. അല്ലെങ്കിൽ ആണെന്ന് പറഞ്ഞ് നടക്കരുത്, വേറെ എന്തെങ്കിലും പറഞ്ഞോളൂ. എത്ര പുരുഷന്മാരാണുള്ളത് ഈ നാട്ടിലോട്ടൊക്കെ അലിഞ്ഞടക്കുന്ന പെണ്ണുങ്ങൾ? നാഥനില്ലാത്ത പെണ്ണുങ്ങളാണോ? ഇവർക്ക് നാണുങ്ങളില്ലേ? ഇവളൊക്കെ പോറ്റുന്ന ആണില്ലേ വീട്ടിൽ? ഉപ്പയും ആങ്ങളെയും ഭർത്താവൊക്കെ ആയിട്ട് എന്തിനാണ് വീശിപ്പിച്ച് നടക്കുന്നത്? ഇങ്ങനെയുള്ള പെണ്ണുങ്ങൾ നാട്ടിൽ അലിഞ്ഞടക്കുമ്പോൾ ആണെന്ന് പറയാൻ കഴിയൂല. അങ്ങനെയുള്ള ആണുങ്ങളെ അവരടക്കേണ്ടത് ആണാണ്. ആണാണായില്ലെങ്കിൽ പെണ്ണാണാവും. എന്താ പെണ്ണുങ്ങളിങ്ങനെ നടക്കുന്നത്? പെണ്ണിന്റെ അള്ളാഹു പെണ്ണിന് പറഞ്ഞ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ചടക്കാത്ത എന്തുകൊണ്ടാണ്? അവളെ നോക്കുന്ന ആണാണാത്തോണ്ടാണ്.
അള്ളാഹു നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ടവരെ. الرجال قوامون على النساء بما فضل الله بعضهم على بعض وبما أنفقوا من أموالهم فالصالحات قانتات حافظات للغيب بما حفظ الله. الرجال قوامون على النساء. പുരുഷന്മാർ സ്ത്രീകൾക്ക് മുകളിൽ അധികാരമുള്ളവരാണ്. അള്ളാഹു പുരുഷന്മാർക്ക് സ്ത്രീകളെക്കാളും ശ്രേഷ്ഠത കൊടുത്തതിനാണ്. അള്ളാഹു തന്ന ശ്രേഷ്ഠതയാണ്. അതുപോലെ അവരവരുടെ സമ്പത്ത് ചെലവഴിച്ചതിനാണ്. അപ്പൊ പെണ്ണിനെ നോക്കുന്നതാണ് അവൾ അള്ളാഹുവിന്റെ ദീൻ പറഞ്ഞതുപോലെ നടത്തിക്കണം, അതിന് പറ്റണം. അവന് കീഴിലുള്ള പെണ്ണാണെങ്കിൽ. അവ കീഴിലില്ലാത്ത ആളുകളുണ്ടാവും. ഇപ്പൊ ഉമ്മാനെ പോലെ നമുക്ക് ചെലവിന് കൊടുക്കാനൊന്നും നമുക്ക് പറ്റാത്ത, അല്ലെങ്കിൽ നമ്മൾ ചെലവിന് കൊടുക്കാത്ത സ്ത്രീകളുണ്ടാവും. അവരൊക്കെ ഉപദേശിക്കാനേ പറ്റുള്ളൂ. ഉപദേശിക്കണം. നമ്മൾ വലിയ പ്രായമുള്ള വലിയ വലിയ സ്ത്രീകൾ, നമുക്ക് അടക്കാൻ പറ്റാത്ത സ്ത്രീകൾ, അവരൊക്കെ നമുക്ക് അടിച്ചു കൊടുക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. അവിടെ ഉപദേശിക്കാം. അതല്ലാത്തതുണ്ടാവും അവന്റെ കീഴിലുള്ള ഭാര്യമാർ, പെൺമക്കൾ, അവൻ പോറ്റുന്ന പെങ്ങന്മാർ. ഇവരൊക്കെ പറഞ്ഞനുസരിപ്പിക്കൽ പുരുഷന്റെ ബാധ്യതയാണ്. അനുസരിക്കുന്നില്ല, അതപ പഠിപ്പിക്കണം. ചിലപ്പോൾ അടിക്കേണ്ടി വരും. പരിക്ക് പറ്റാത്ത, ആരോഗ്യസ്ഥിതി കേടുവരുത്താത്ത ജാതി അടി അടിച്ചിട്ട് ശരിയാക്കേണ്ടി വരും. ചിലപ്പോൾ എപ്പോഴും സൈക്കോളജിയും പറഞ്ഞ് നടന്നാൽ ശരിയാവില്ല. ചില സമയത്ത് അതപ് പഠിപ്പിക്കേണ്ടി വരും. അപ്പൊ അത് പുരുഷന്റെ ബാധ്യതയാണ്. ആ ഗീറത്ത് നമുക്ക് വേണം. രോഷം. നിങ്ങൾക്കറിയുമോ ആ ഗീറത്ത് ഏറ്റവും അധികമുള്ളത് ആർക്കാണ്? റബ്ബിനാണ്, അള്ളാഹുവിനാണ്. ഒരടിമ വ്യഭിചരിക്കുമ്പോൾ നമ്മളെ വീട്ടിൽ വിചാരം നടന്നു എന്ന് പറഞ്ഞാൽ നമുക്കെന്ത് തോന്നും? നമ്മുടെ ഭാര്യയോ പെങ്ങളോ പെൺമക്കളോ അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ, എന്തു തോന്നി നമുക്ക്? ആ രോഷമുണ്ടല്ലോ, അത് നമ്മൾ വ്യഭിചാരത്തിൽ ഏർപ്പെടുമ്പോൾ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് ആർക്കാണ്? അള്ളാഹുവിനാണ്. സുബ്ഹാനല്ലാഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കാണ്, അള്ളാഹു ഗീറത്തുള്ളവനാണ്. അള്ളാഹുവിന്റെ ഗീറത്ത് പടപ്പുകളുടെ ഗീറത്ത് പോലെയല്ല, അവന്റെ ജലാലത്തിനും അളമത്തിനും യോജിച്ച ഗീറത്താണ്, രോഷമാണ്. അപ്പൊ അങ്ങനെയുള്ള പാപമാണ് വ്യഭിചാരം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ യദ്മൻ ലീ മാ ബൈന ലഹ്യൈഹി വമാ ബൈന റിജ്ലൈഹി അദ്മൻ ലഹുൽ ജന്ന. ആരാണോ എനിക്ക് ഉറപ്പ് തരുന്നത് രണ്ട് താടിയലുകൾക്കിടയിലുള്ളതിനെ കുറിച്ചും, അഥവാ നാവിനെ കുറിച്ചും, വമാ ബൈന റിജ്ലൈഹി രണ്ട് കാലുകൾക്കിടയിലുള്ളതിനെ കുറിച്ചും, അഥവാ ലൈംഗികാവയവത്തെ കുറിച്ചും എനിക്ക് ഉറപ്പ് തരുന്നത്, അവനതിനെ സൂക്ഷിച്ചു കൊള്ളാമെന്ന്. അദ്മൻ ലഹുൽ ജന്ന, ഞാൻ അവന് ഉറപ്പ് കൊടുക്കാം, ഞാൻ ജാമ്യക്കാരനാണ്, അവന് സ്വർഗമുണ്ട്. നമുക്ക് അപ്പോൾ ലൈംഗിക വിഷയം വളരെ പ്രധാനപ്പെട്ടതാണ്. അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു വെറുക്കുന്നത് നമ്മളും വെറുത്താലല്ലാതെ, അള്ളാഹുവിന്റെ മഹത്തായ തൗഫീഖ് ഉണ്ടെങ്കിലല്ലാതെ അതിലെ പാളിച്ചകളിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്ക് സാധ്യമല്ല. കണ്ണിന്റെ വ്യഭിചാരമാണ് നോട്ടം, കൈയിന്റെ വ്യഭിചാരമാണ് സ്പർശനം, കാലിന്റെ വ്യഭിചാരമാണ് അതിലേക്ക് നടന്നു പോവുക, കാതിന്റെ വ്യഭിചാരമാണ് അതിലേക്ക് നയിക്കുന്ന സംസാരങ്ങൾ കേൾക്കുക. ഇങ്ങനെ ഓരോന്നിനും സിനയുടെ നസീബുണ്ട്. അവസാനം ഫർജാണ് അത് പൂർത്തിയാക്കുക, ലൈംഗികാവയവം. അപ്പോ കണ്ണിനാദ്യം സൂക്ഷിക്കുക, ബാക്കിയുള്ള അവയവങ്ങളെ സൂക്ഷിക്കുക, എന്നാലാണ് നമുക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ സിന, വ്യഭിചാരം, അത് എല്ലാ വ്യഭിചാരവും ഒരുപോലെയല്ല. വ്യഭിചാരം ആസ്വലൻ, എല്ലാ വ്യഭിചാരവും മോശമാണ്, ചിലതിനേക്കാൾ വളരെ മോശമാണ്. സ്വവർഗരതി അത് വ്യഭിചാരത്തെക്കാൾ മോശമാണ്. കാരണം അതുപോലെയുള്ള അദാബ് ഷിർക്കിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന അദാബാണ്. തെറ്റാണതെന്ന്, ഷിർക്കിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നു. ഷിർക്കിന്റെ വക്കിലാണ് നമ്മളുള്ളത്. അതിലേക്ക് ചാടും, കാഫിറായി ചത്തു. ഇങ്ങനെയുള്ള പാപങ്ങളിൽ ആയിട്ടുള്ള ആളുകൾ അള്ളാഹു തൗബക്ക് പിന്നീട് തൗഫീഖ് നൽകിയിട്ടില്ലെങ്കിൽ, അള്ളാഹു അതുപോലെ ഒരു കൗമിനെ, ആ തെറ്റ് ചെയ്ത കൗമിനെ നശിപ്പിച്ചതുപോലെ ഒരു കൗമിനെ നശിപ്പിച്ചിട്ടില്ല. സ്വർഗ്ഗരതിയുടെ ആളുകളെ അള്ളാഹു റബ്ബുൽ ആലമീൻ ആ നാട്ടുകാരെ, ലൂത്ത് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ നാട്ടുകാരെ ഒന്നാകെ മുകളിലേക്ക് ഉയർത്തി. എത്രത്തോളം പല അസറുകളിലും വന്നിട്ടുണ്ട്. എന്നിട്ട് അവരുടെ നാട്ടിലെ, അവരുടെ വീട്ടിൽ പട്ടികളും ഇതൊക്കെ ഉണ്ടാവില്ല, അവരുടെ ഗ്രാമത്തിൽ, അതിന്റെ ശബ്ദം ആകാശത്തിൽ മലായിക്കത്ത് കേട്ടു എന്നാണ്, മുകളിലേക്ക് എടുത്തുണ്ട്. എന്നിട്ട് തലമറിച്ചവരെ താഴേക്ക് ഇട്ടു. എന്നിട്ട് അവർക്ക് മുകളിൽ അള്ളാഹു കല്ലിന്റെ മഴ വർഷിപ്പിച്ചു. അതുപോലത്തെ അദാബ് അള്ളാഹു ഒരു ഖൗമിനെയും ശിക്ഷിച്ചിട്ടില്ല. അള്ളാഹു അതിനെ അൽ ഫാഹിഷ എന്ന് വിളിച്ചിട്ടുണ്ട്.
വ്യഭിചാരത്തെ വെറും ഫാഹിഷ എന്ന് വിളിച്ചിട്ടില്ല, അലിഫ്ലാം ചേർത്തിട്ടില്ല. സ്വവർഗരതി വിളിച്ചെന്താണ്? അൽ ഫാഹിഷ, ആവൃത്തികേട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ വിളിച്ചു. അത് ഏറ്റവും മ്ലേച്ഛമാണ്, അവരുടെ ഖുലൂബ് ഏറ്റവും മോശമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് ചെയ്തവനെയും ചെയ്യപ്പെട്ടവനെയും കൊല്ലാൻ പറഞ്ഞു. ആരാണോ ചെയ്തത് അതിന് വിധേയനായതാരാണ്, രണ്ടിനെയും കൊല്ലാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചു. ഇബ്നുൽ ഖയ്യിം പറഞ്ഞിട്ടുണ്ട്, എന്തിനാണ് മഫ്ഊലിനെ കൊല്ലുന്നത്, ചെയ്യപ്പെട്ടവനെയും കൊല്ലാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. കാരണം അതിന് വിധേയനായവൻ പിന്നെ നന്നാവാനുള്ള ചാൻസ് വളരെ കുറവാണ്. ഇവർ പിന്നീട് ഇതിന്റെ ആളായി മാറുമെന്നാണ്. അള്ളാഹു തൗബക്ക് തൗഫീഖ് നൽകിയിട്ടില്ലെങ്കിൽ അങ്ങനെയാണ് പൊതുവെ സംഭവിക്കാറ്. പൊതുവെ എത്ര ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ, ലാ യദ്ഖുലുൽ ജന്നത വലദു സിന, ജാരസന്തതി, വ്യഭിചാരത്തിൽ ജനിച്ച കുട്ടി സ്വർഗത്തിൽ പോകില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസുണ്ട്. നമ്മൾ വിചാരിക്കും എന്താണ്, ഇസ്ലാമിന്റെ അസ്ലാണല്ലോ, ഒരാൾ ചെയ്ത തെറ്റ് വേറൊരാൾ വഹിക്കേണ്ടി വരികയില്ല, അത് അസ്ലാണ്, അടിസ്ഥാനപരമായ ഒരു നിയമമാണ്. എന്ന് പറഞ്ഞാൽ ഈ ഹദീസിന്റെ അർത്ഥം എന്താ, ഉപ്പി ചെയ്തതിന് കുട്ടി ശിക്ഷിക്കപ്പെടും എന്നല്ല, മറിച്ച് പൊതുവെ അങ്ങനെ ജനിച്ചവൻ എന്തേ ആകാൻ സാധ്യതയുള്ളൂ, നരകത്തിലേക്ക് പോകുന്ന അമലെ അവനടുത്ത് വരാൻ സാധ്യതയുള്ളൂ എന്നാണ്. കാരണം ഹബീസായ നുത്ഫയിൽ, മോശമായ നുത്ഫയിൽ നിന്നാണ് അവൻ ഉണ്ടായിട്ടുള്ളത്. ഉപ്പയിലേക്ക് ചേർത്ത് കുടിക്കില്ല. വ്യഭിചരിച്ചവൻ ആരാണെന്ന് എല്ലാവർക്കും അറിയാതെ കുട്ടിക്കും. വ്യഭിചാരി ആരാണ് എന്ന്, ആരാണ് ഇതിനുണ്ടാക്കിയത് ആരാണെന്ന് എല്ലാവർക്കും അറിയാതെ കുട്ടിക്കോ, എന്നാലും അവനിലേക്ക് ചേർത്ത് പിടിക്കപ്പെടുകയില്ല. ഇവനെ പിതാക്കളില്ലാത്ത ഗണത്തിനാണ് കൂട്ടുക. നസബ് തകർന്നിരിക്കുന്നു. നസബ് എന്ന് പറഞ്ഞാൽ കുടുംബ പരമ്പരയാകെ തകർന്നിരിക്കുന്നു. അതാണ് വ്യഭിചാരത്തിന്റെ വളരെ മോശമായ അവസ്ഥയാണ്. നസബ് തകർന്നു പോകും. അതുപോലെ തന്നെയാണ് സ്വവർഗരതിയിൽപ്പെട്ടവൻ പൊതുവെ രണ്ടിനെയും കൊല്ലാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സഹാബത്തിന് ആർക്കും ഒരഭിപ്രായ വ്യത്യാസമില്ല. അത് വിവാഹിതനാണെങ്കിലും ശരി, അവിവാഹിതനാണെങ്കിലും ശരി. വ്യഭിചാരം വിവാഹിതനെ മാത്രമേ കൊല്ലുള്ളൂ, എല്ലാത്തിനും കൊല്ലുകയില്ല, അടിക്കും നാടുകെട്ടുമാണ് ചെയ്യുക. പക്ഷെ സ്വവർഗരതിയാണോ, വിവാഹിതനാണെങ്കിലും അവിവാഹിതനാണെങ്കിലും ഇസ്ലാമിക ഗവൺമെന്റ് രണ്ടിനെയും കൊന്നുകളയും. എങ്ങനെ കൊല്ലണം എന്നാണ് സഹാബത്തിനിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ളത്. ചില സഹാബത്ത് പറഞ്ഞു കത്തിക്കണം, എന്താണ് പറഞ്ഞത്, കത്തിച്ചു കൊല്ലണം. ചില സഹാബത്ത് പറഞ്ഞു അല്ലാഹു സുബ്ഹാനഹു വ തആല ലൂത്ത് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഖൗമിനെ ശിക്ഷിച്ചതുപോലെ ശിക്ഷിക്കണം. സമാനമായി കാരണം ഉയരമുള്ള ഒരു പർവ്വതത്തിന് മുകളിലോ കെട്ടിടത്തിന് മുകളിലോ കൊണ്ടുപോയിട്ട് താഴെക്കിട്ട് കൊല്ലണം. അപ്പൊ അങ്ങനെ അതാണ് സഹാബത്തിനുള്ള അഭിപ്രായ വ്യത്യാസം. ഇതാണുള്ളത്. എങ്ങനെ കൊല്ലണം എന്നുള്ളതിൽ യാതൊരു അഭിപ്രായ വ്യത്യാസം. ആര്, നമ്മളല്ല, ഇസ്ലാമിക ഭരണകൂടത്തിന്റെ കാര്യമാണ് പറഞ്ഞത്. ഇസ്ലാമിക ഭരണം നിലനിൽക്കുന്ന നാടുകളിൽ ഉള്ള ശിക്ഷാവിധിയുടെ കാര്യമാണ് ഈ പറഞ്ഞത്. അള്ളാഹു ഏർപ്പെടുത്തിയ ശിക്ഷയാണ്. ആരെങ്കിലും പോയിട്ട് ഇതുപോലുള്ള തെറ്റുകളുടെ ശിക്ഷ നടപ്പാക്കാൻ പാടില്ലാത്തതാണ്. വലിയുൽ അംർ, ഭരണാധികാരിക്ക് മാത്രം അധികാരപ്പെട്ട സംഗതിയാണ്. ദുനൂബുകളിൽ അകപ്പെട്ടു പോയിട്ടുള്ള ആളുകൾ, അതിൽ പെട്ടുപോയിട്ടുള്ള ആളുകൾ അള്ളാഹുവിനോട് ആത്മാർത്ഥമായി തൗബ ചെയ്യുകയാണ് വേണ്ടത്. അവർ ദുനിയാവിലെ അദാബ് പോയി ഭരണാധികാരിയോട് പോയി എന്നെ ശിക്ഷിക്കണം എന്ന് പറയണമെന്നില്ല, മറിച്ച് അള്ളാഹുവിനോട് തൗബ ചെയ്യാനാണ് അഫ്ദൽ. കാരണം ഇതുപോലുള്ള തെറ്റുകൾ ജനങ്ങൾ അറിയാനേ പാടില്ല. ജനങ്ങൾ അറിയാനേ പാടില്ല. തെറ്റുകൾ ഇങ്ങനെ അറിയുന്നത് നല്ലതാണോ? നമ്മൾ വിചാരം, പല ആളുകളുടെ വിചാരം അറിയാം. പത്രക്കാർ നടത്തുന്ന മഹത്തായ പ്രവർത്തനമാണല്ലോ, ചാനലുകൾ നടത്തുന്ന വളരെ മഹത്തായ പ്രവർത്തനം എന്താ? ഓരോ സ്ഥലത്ത് തോന്നിയ ദിവസം നമ്മൾ ജനങ്ങൾ ഒന്നാകെ അറിയിക്കുക, ഫാഹിഷത്ത് പ്രചരിപ്പിക്കുക. ഇന്നല്ലദീന യുഹിബ്ബൂന അൻ തശീഅൽ ഫാഹിഷതു ബില്ലദീന ആമനൂ, ഫാഹിഷത്ത് മുഅ്മിനുകൾക്കിടയിൽ പ്രചരിപ്പിക്കുന്ന ആളുകൾ അല്ലാഹു വലിയ ശിക്ഷ ഉണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഫാഹിഷത്തിന്റെ വാർത്ത നമുക്കറിയേണ്ടതില്ല. നിങ്ങൾക്കറിയാമോ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞിട്ടുള്ള അതുപോലുള്ള വാർത്തകളെ നമ്മളിങ്ങനെ തെരഞ്ഞു പിടിച്ച് നോക്കുമല്ലോ, നിഫാഖാണ്, കാവട്ടിയാണ്. കൽബിന് നിഫാഖുണ്ടെന്നുള്ള അടയാളം എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഒരു പത്രം ഇങ്ങനെ കുറിച്ച് നോക്കുമ്പോൾ ഇതുപോലത്തെ എന്തെങ്കിലും വാർത്ത ഉണ്ടാൽ അങ്ങോട്ടേക്ക് നേരെ കയ്യും കണ്ണൊക്കെ ആളുകളുടെ ഇത് പോകും. നമുക്ക് വായിച്ചു നോക്കണം, എവിടെയാണ് നടന്നത്, എങ്ങനെയാണ് സംഭവം, എന്തെങ്കിലും പെൺവാണിഭവും വ്യഭിചാരം, അശ്ലീലങ്ങൾ, അതാണ് ഇത് നിറച്ചു, അതാണ് കാണുന്നത്.
പത്രത്തിൽ മുഴുവൻ, ചാനലിൽ മുഴുവൻ അതാണ് കാണുന്നത്. ഈ വാർത്തകൾ അറിഞ്ഞിട്ട് നമുക്ക് എന്താണ് ഫായദ ഉണ്ടായത്? നമ്മൾ കൽബ് കിടക്കയിട്ടുണ്ട്, കൽബ് കേടുകൊണ്ടിരിക്കുന്നു. അതിനെക്കുറിച്ചുള്ള ചിന്തകൾ അവിടെ കിടക്കുന്നുണ്ട്. കൽബിനെ കുറിച്ച് നിങ്ങൾ എന്താണ് വിചാരിച്ചിട്ടുള്ളത്? കൽബിനെ കുറിച്ച് നമ്മൾ എന്താണ് വിചാരിച്ചിട്ടുള്ളത്? കൽബിനെ കുറിച്ച് നമുക്ക് മനസ്സിലായിട്ടില്ല. അതിൽ പലതും ഇങ്ങനെ പാത്രത്തിലിട്ടതുപോലെ കിടക്കുന്നുണ്ട് അടിയിൽ. എപ്പോഴാണത് പുറത്തേക്ക് വരിക പറയാൻ കഴിയില്ല. ചിലപ്പോൾ മരണസമയത്തെ. അതുകൊണ്ട് ഖുലൂബ് അത് നന്നായി സൂക്ഷിക്കലാണ് ഏറ്റവും വലിയ രക്ഷാമാർഗം. അല്ലാഹു നമ്മെ കാത്തിരക്ഷിക്കട്ടെ. അലാ ഇന്ന ഫിൽ ജസദി മുദ്ദ ഇദാ صلحت صلح الجسد كله واذا فسدت فسد الجسد كله الا وهي القلب. ഇതുപോലുള്ള ദുനൂബുകൾ നമ്മൾ വളരെയധികം സൂക്ഷിക്കേണ്ടതാണ്. അതിനുള്ള മാർഗം, അതിലേക്ക് എത്തുന്ന വഴികൾ അടച്ചു കളയുക എന്നതാണ്. കണ്ണുകൾ നിയന്ത്രിക്കുക, സ്ത്രീകളെ നോക്കാതിരിക്കുക, കണ്ടുപോയാൽ കണ്ണുകൾ താഴ്ത്തുക. സ്ത്രീകളെ പോലെ തന്നെയാണ്, അല്ലെങ്കിൽ അതിനേക്കാളും അപകടമുള്ളതാണ് മീശ പൊടിച്ചിട്ടുള്ള എന്നാൽ താടി വന്നിട്ടില്ലാത്ത ഭംഗിയുള്ള കുട്ടികൾ. അമ്രദ്, മുർദാൻ എന്നൊക്കെയാണ് അറബിയിൽ പറയുന്നത്. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ്, ഇമാം അന്നവവി പോലെയുള്ള പല മഹാന്മാരും അവരെ നോക്കരുത് എന്ന് പറഞ്ഞിരിക്കുന്നു. ആസ്വദിച്ച് നോക്കാൻ പാടില്ല, വെറുതെ നോക്കാൻ പാടില്ല, വെറുതെ നോക്കാൻ പാടില്ല. സ്ത്രീകളെ കാണുമില്ല അപകടമാണ്. കാരണം സ്ത്രീകളെ നോക്കുക എന്നുള്ളത് പലപ്പോഴും അത് മോശമായ ആമിലേക്ക് എത്താൻ പല തടസ്സങ്ങളുണ്ടാവും. ഇതങ്ങനല്ല, ചിലപ്പോൾ തടസ്സങ്ങൾ കുറവായിരിക്കും. അല്ലാഹു റബ്ബുൽ ആലമീൻ എല്ലാവിധ വൃത്തികേടുകളിൽ നിന്നും നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. സലഫുകൾ പാപങ്ങളെ പേടിച്ചത് എന്തിനാണ്? പാപത്തെ പേടിച്ചിട്ടല്ല. ഇത് അവസാനം എന്നെ കുഫറിലേക്ക് എത്തിക്കുമോ എന്ന് പേടിച്ചിട്ടാണ്. ഇതുപോലുള്ള ദുനൂബുകൾ നമ്മൾ അന്ത്യം മോശമാക്കിയേക്കും, കുഫറിലേക്കും ശിർക്കിലേക്കും നമ്മെ കൊണ്ടുപോയേക്കും. പല മുഫസ്സിറുകളും ഫിറഔൻ അവന്റെ ഖൗമിനെ പിഴപ്പിച്ചല്ലോ, അവനെ ഇലാഹാക്കി അവസാനം ഈ ഭൂമിയിൽ തന്നെ നശിപ്പിക്കപ്പെട്ടു. പരലോകത്തെ ഒരു നരകത്തിനാണ്. അതിനെക്കുറിച്ച് പറഞ്ഞത് ഫസ്തഖഫ ഖൗമഹു വഅതാഉ ഇന്നഹും കാനൂ ഖൗമൻ ഫാസിഖീൻ. ഫിറഔനിനെ അവൻ അനുസരിച്ചു, എന്നിട്ട് അല്ലാഹു പറഞ്ഞ അവർ ഫാസിഖുകളായിരുന്നു എന്നാണ്. വൃത്തികേടിന്റെ ആളുകൾ, തോന്നിവാസത്തിന്റെ ആളുകൾ, അങ്ങനെയുള്ള ആളുകൾ കുഫറിനോട് ഏറ്റവും അടുത്തിരിക്കുന്നു. അല്ലാഹു പറഞ്ഞു, മുഅ്മിനുകളെ കുറിച്ച് അല്ലാഹു പറഞ്ഞു, അവനാണ് നിങ്ങൾക്ക് ഹബ്ബബ ഇലൈക്കുമുൽ ഈമാൻ വസയ്യനഹു ഫീ ഖുലൂബിക്കും വകറഹ ഇലൈക്കുമുൽ കുഫ്റ വൽ ഫുസൂഖ വൽ ഇസ്യാൻ. കുഫറിനോട് ചേർത്തിട്ടാണ് അല്ലാഹു ഫിസ്ഖും ഇസ്യാനും പറഞ്ഞിട്ടുള്ളത്. ഒരുവൻ ഫാസിഖാവുക, വൃത്തികെട്ടവനാവുക, വ്യഭിചാരത്തിന്റെ സ്വർഗ്ഗരതിയുടെ ഒക്കെ ആളായി മാറുക എന്നത് അവൻ കുഫറിനോട് ഏറ്റവും അടുത്തിട്ടാണുള്ളത്. കുഫറിന്റെ വാതിലാണ് അവൻ എത്തിയിട്ടുള്ളത്. ഇപ്പൊ മുഅ്മിനുകൾ അവരുടെ ഗുഹ്യാവയവങ്ങളെ കാത്തു സൂക്ഷിക്കുന്നവരാണ്. അങ്ങനെയുള്ള പാപങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം നമ്മൾ നോക്കുക. വേഗം വിവാഹം ചെയ്യുക, അത് ഇതുപോലുള്ള തെറ്റുകളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗമാണ്. ആൺകുട്ടികളെയും പെൺകുട്ടികളെയും വേഗം വേഗം വിവാഹം ചെയ്ത് അയക്കുക എന്നത്. അതുപോലെ സ്ത്രീകൾ അവരുടെ വേഷവിധാനം സൂക്ഷിക്കുക, അനാവശ്യമായി പുറത്തിറങ്ങാതിരിക്കുക. ആണും പെണ്ണും ഇടകലരുന്ന പഠനം, ജോലി പോലെയുള്ള കാര്യങ്ങൾ റബ്ബിന് വേണ്ടി ഉപേക്ഷിക്കുക. റബ്ബ് അതിനേക്കാളും ഖൈറായി നമുക്ക് പകരം തരും. അതുപോലെ തന്നെയാണ് ശുഗലുകളിൽ ഏർപ്പെടുക, വെറുതെ ഇരിക്കാതിരിക്കുക. ദുനിയാവിലോ ദീനിലോ എന്തെങ്കിലും ഉപയോഗപ്പെടുന്ന കാര്യങ്ങൾ നോക്കുക എന്നത്. വെറുതെ ഇരിക്കുക എന്നുള്ളത് അവന്റെ കൽബ് ശൈത്താൻ എപ്പോഴും പണിയെടുക്കുന്ന സ്ഥലമായിരിക്കും. അത് പാടില്ലാത്തതാണ്. സാലിഹുകളായ മനുഷ്യന്മാരെ കൂട്ടുകൂടുക, ഫാസിഖുകളോട് കൂട്ടുകൂടാതിരിക്കുക. വൃത്തികെട്ട ആളുകൾ, ഷർറിന്റെ പുതിയ ഏത് ഷർറാണ്, പുതിയ ഏത് ഹറാമാണുള്ളത് എന്ന് എനിക്ക് കാണിച്ചു തരുന്ന ചങ്ങായിമാരുണ്ടാവും. എന്താണ് പുതിയ ഹറാം? എന്താണുള്ളത്? അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് അകറ്റാനുള്ളത് പുതിയത് എന്താണുള്ളത്? അങ്ങനത്തെ സുഹൃത്തുക്കൾ ഉണ്ടാവും. അവൻ ശത്രുവാണ്, സുഹൃത്തല്ല. അങ്ങനെയുള്ളവൻ ശത്രുവാണ്, എന്റെ സുഹൃത്തല്ല ഒരിക്കലും. നരകത്തിലേക്കാണ് അവൻ കൊണ്ടുപോകുന്നത്. അങ്ങനെയുള്ള ആളുകളുമായി കൂട്ടുകൂടാതെ ഖൈറിലേക്ക് വരിക,
ഖൈറിലേക്ക് വരിക. നമ്മുടെ അന്ത്യം മോശമായി പോകും. എന്തായാലും ശരി, എത്ര കളിച്ച് നടന്നവനോ അവസാനം കുടുംബമായിട്ടൊക്കെ ജീവിക്കാൻ ഒരാഗ്രഹം തോന്നും ഒരു കാലത്ത്. അപ്പോഴായിരിക്കും ഇതൊക്കെ അവനെ തിരിച്ചടിക്കുക. എത്രത്തോളം ഇമാം ശാഫിഈ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്, വ്യഭിചാരം എന്താണ്? കടം കൊടുത്തതുപോലെയാണ്. വ്യഭിചാരം കടം കൊടുത്തതുപോലെയാണ്. നീ പോയി അപ്പുറത്ത് വ്യഭിചരിച്ചാൽ നിന്റെ വീട്ടിൽ വ്യഭിചാരം നടക്കുന്നുണ്ടാവും. നിന്റെ വീട്ടിലെ ചുമരെങ്കിലും വ്യഭിചരിക്കുന്നതാണ് ഇമാം ശാഫിഈ പറഞ്ഞത്. നിന്റെ വീട്ടിലെ ചുമരെങ്കിലും അതൊരു പ്രയോഗമാണ്. അപ്പൊ സഹോദരങ്ങളെ, നമ്മൾ ആലോചിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ചെറുപ്പക്കാരനോട് പറഞ്ഞതുപോലെ അദ്ദേഹം വന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, നബിയെ, എനിക്ക് വ്യഭിചരിക്കാൻ അനുമതി തരണം, സിന എന്നെ അനുവദിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അതർദാ ലി ഉമ്മിക്, എന്റെ ഉമ്മ വ്യഭിചരിക്കുന്നത് നീ ഇഷ്ടപ്പെടുമോ? പറയില്ല. വന്നാസു ലാ യർദൗനഹു ലി ഉമ്മഹാതിഹിം, ജനങ്ങളും അങ്ങനെ തന്നെയാണല്ലോ, അവരുമ്മാര് വ്യഭിചരിക്കുന്നവർക്ക് ഇഷ്ടമല്ല. എന്നിട്ട് ഓരോന്നിനും സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, നിന്റെ മകൾ വ്യഭിചരിക്കുന്നത് ഇഷ്ടപ്പെടുമോ? പെങ്ങൾ, അങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിച്ചു. ഓരോന്നിനായില്ല എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇതുപോലെ തന്നെയാണ് ജനങ്ങൾ. അവരുടെ പെങ്ങന്മാർ വ്യഭിചരിക്കുന്നവർക്ക് ഇഷ്ടമല്ല, അവരുടെ ഉമ്മാർ വ്യഭിചരിക്കുന്നവർക്ക് ഇഷ്ടമല്ല, അവരുടെ പെൺമക്കൾ വ്യഭിചരിക്കുന്നവർ തൃപ്തിപ്പെടുകയില്ല ഒരിക്കലും. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് വേണ്ടി ദുആ ചെയ്തു, അല്ലാഹുമ്മഗ്ഫിർ ദംബഹു വതഹഹിർ ഖൽബഹു വഹസ്സിൻ ഫർജഹു. അല്ലാഹുവേ, ഇദ്ദേഹത്തിന്റെ രണ്ട് പാപങ്ങൾ നീ പുറത്തു കൊടുക്കണം, എന്റെ ഖൽബ് നീ ശുദ്ധീകരിക്കണം. ഖൽബിന്റെ തഹാറ, അതാണ് നമ്മൾ ഇതിന്ന് രക്ഷിക്കുള്ളൂ, അല്ലാത്ത രക്ഷിക്കരുത്. വ്യഭിചാരിയുടെ, സ്വവർഗരതിക്കാരന്റെ ഖൽബ് ഖബീസാണ്, വൃത്തികെട്ട. അത് അവർ പോലും സമ്മതിക്കുന്ന കാര്യമാണ്. ലൂത്ത് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഖൗം, ലൂത്ത് നബിയും കൂട്ടരെ കുറിച്ച് പറഞ്ഞത്, ഇന്നഹും ഉനാസു യതതഹറൂൻ, അവർ പരിഹസിച്ചിട്ട് പറഞ്ഞതാണ്. ഇബ്നുൽ ഖയ്യിം പറഞ്ഞു, പരിഹസിച്ചാലും അത് ഹഖാണ്. അവർ അറിയാതെ സ്വയം സമ്മതിക്കുകയാണ് അവർ ഖബീസുകളാണ്, വൃത്തികെട്ടവരാണ്. അവർ ലൂത്ത് നബിയും കൂട്ടരെ കുറിച്ച് പറഞ്ഞു, ഇന്നഹും ഉനാസുൻ യതതഹറൂൻ, അവർ കുറച്ച് ശുദ്ധിയുടെ ആളുകളാണ് എന്ന്, അവർ കുറച്ച് വൃത്തിയുടെ ആളുകളാണ്. അവർ സ്വയം സമ്മതിക്കാണ് അവർ ഖബീസുകളാണ്, വൃത്തികെട്ടവരാണ്. അതുകൊണ്ട് നമ്മുടെ ഖുലൂബ് ശുദ്ധിയുള്ളതായിരിക്കുക. ശുദ്ധിയുള്ള ഖൽബ് ഒരിക്കലും മ്ലേച്ഛമായ കാര്യങ്ങളുടെ അടുത്തേക്ക് അവന്റെ ഖൽബ് ചെല്ലുകയില്ല. ഈച്ച എങ്ങോട്ടാണ് ചെല്ലുക? മാലിന്യത്തിന്റെ അടുത്തേക്ക്. നല്ല ഖൽബാണോ നിന്റെ ഖൽബ്, നീ ഒരിക്കലും വൃത്തികേടുകൾ തൃപ്തിപ്പെടുകയില്ല. നീ ചെയ്യൽ പോട്ടെ, അത് ഇഷ്ടപ്പെടുന്നില്ല. ആ മഖാമിലേക്ക് എത്തിയാലല്ലാതെ നമുക്ക് രക്ഷപ്പെടാൻ കഴിയും. അള്ളാഹു പറഞ്ഞു, കുല്ലു യഅമലു അലാ ശാകിലതിഹി, ഓരോരുത്തരും അവന് യോജിച്ച പണിയാണ് എടുക്കുക. അപ്പൊ നമ്മുടെ ഖൽബ് മോശമായതാണോ ഇഷ്ടപ്പെടുന്നത്? നമ്മൾ മനസ്സിലാക്കുക, നമ്മുടെ ഖൽബ് വളരെ നിലവാരം കുറഞ്ഞതാണ്, വളരെ മോശമായതാണ്. اللهم طهر قلبه وحسن فرجه، اللهم اغفر ذنبه وطهر قلبه وحسن فرجه. അല്ലാഹു ഇവന്റെ ലൈംഗിക അവയവത്തെ നീ സൂക്ഷിക്കണം, അതിന് ഹസ്ൻ, അത് സൂക്ഷിക്കാനുള്ള തൗഫീഖ് നീ ഇവന് കൊടുക്കണമേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തു. ആ ചെറുപ്പക്കാരൻ അദ്ദേഹം പിന്നെ അങ്ങനെയുള്ളതിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല, മോശമായ കാര്യത്തിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല. والله ഈ ആയത്തിൽ പറയുന്നു, والذين هم لفروجهم حافظون لا على أزواجهم أو ما ملكت أيمانهم فإنهم غير ملومين فمن ابتغى وراء ذلك فأولئك هم العادون. ഭാര്യാഭർത്തൃ ബന്ധമോ അടിമകളുമായുള്ള അള്ളാഹു അനുവദിച്ചിട്ടുള്ള ആ ബന്ധമോ അല്ലാത്തത് തേടി പോകുന്നവൻ, അവരാണ് അതിര് കവിഞ്ഞിട്ടുള്ള ആളുകൾ. ഇമാം അശ്ശാഫിഈ മുഹമ്മദ് ബിൻ ഇദ്രീസ് ശാഫിഈ റഹിമഹുല്ലാഹ് ഈ ആയത്ത് എടുത്തു കൊടുത്തിട്ട് പറഞ്ഞു, ഈ ആയത്തിൽ തെളിവുണ്ട് അൽ ഇസ്തിംന, അത് ഹറാമാണ് എന്നത്. ഇസ്തിംന എന്നാൽ സ്വയംഭോഗം എന്നാണ് അതിനർത്ഥം. ഒരുവൻ സ്വന്തമായി അവന്റെ ലൈംഗിക വികാരം തീർക്കലേ, നാക്കിഹുൽ യദ് എന്ന് അറബിയിൽ പറയാറുണ്ട്. അങ്ങനെ ആളെ കുറിച്ച് നാക്കിഹുൽ യദ്, സ്വന്തം കയ്യിനെ നിക്കാഹ് ചെയ്തവൻ എന്ന് അറബിയിൽ പറയാറുണ്ട്. വളരെ മ്ലേച്ഛമായ മോശമായ ഒരു കാര്യമാണ്. ഈ ഖുർആനിലെ ഈ ആയത്ത് കൊണ്ട് നസ്സ് വന്നിട്ടുള്ള കാര്യം, അത് ഹറാമാണ് എന്നതിന്. കാരണം അല്ലാഹു പറഞ്ഞു, ഇതല്ലാത്തത് ആര് തേടി പോകുന്നു, ഫൗലൈക ഹുമുൽ ആദൂൻ, അവരാണ് അതിര് വിട്ടിട്ടുള്ള ആളുകൾ. അങ്ങനെ നിങ്ങൾക്ക് എത്ര കാലം വേണമെങ്കിൽ ജീവിക്കാം. മരിക്കുന്നവരെ സ്വയംഭോഗം ചെയ്തിട്ട് ജീവിച്ചവർ ഇതിനൊക്കെ കല്യാണം കഴിക്കും.
അപ്പൊ അങ്ങനെ സഹോദരങ്ങളെ ഹറാമ് ചെയ്തിട്ട് എത്ര വേണമെങ്കിൽ മുന്നോട്ട് പോകും. അതാണ് ചില ആളുകൾ അവരുടെ വീട്ടിലെ ചെറുപ്പക്കാർക്ക് തൃപ്തിപ്പെടുന്നെന്ന് തോന്നുന്നു. കല്യാണം കഴിക്കാൻ സമ്മതിക്കില്ലല്ലോ, അവൻ പ്രേമിച്ചെടുത്താലും പ്രശ്നമൊന്നുമില്ല. അത് കുട്ടികളാവുമ്പോൾ അങ്ങനെ പലതുണ്ടാവും. വ്യഭിചരിച്ചു കേട്ടാലും ചിലപ്പോൾ ഒന്നും ഉണ്ടാവില്ല. ഓനിങ്ങനെ സ്വയംഭോഗം ചെയ്തെന്ന് കേട്ടാലും കുഴപ്പമൊന്നുമില്ല. ഇവർക്ക് ദുനിയാവിൽ പല സൗകര്യങ്ങളും ഒക്കെ ഉണ്ടായാൽ കുറെ കാലം സർവ്വ പശുക്കളെ പോലെ ആ മകള് സമ്പാദിച്ചുകൊണ്ടിരുന്ന് ഇങ്ങനെ കിട്ടിയാൽ മതി, പെണ്ണിട്ടരുത് എന്നാണ് പല മുതിർന്ന ആളുകളും ഇപ്പോഴും മനസ്സിലാക്കിയിരിക്കുന്നത്. വളരെ മോശമായ കാര്യമാണത്, ഹറാമാണ്, ഒരു മുസ്ലിം ചെയ്യാൻ പാടില്ലാത്ത വൃത്തികെട്ട കാര്യമാണ്. ഒന്ന് ചിന്തിച്ചു നോക്ക്. ഒരാള് പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പാപം അതിനൊരു താരിഫ് പറഞ്ഞിട്ടുണ്ട്. എന്താണ് പാപം? മഹാക ഫീ സദ്രിക, നിന്റെ കൽബിൽ ഒരു ചൊറിച്ചിലുണ്ടാക്കുന്ന കാര്യമാണ് പാപം. അത് ചെയ്യുമ്പോൾ എനിക്കൊരു തൃപ്തി, നല്ല കൽബാണ് എൻ്റെത്, എന്റെ കൽബിൽ ഒരിക്കലും അതിനോടൊരു തൃപ്തില്ല. നീ അത് ചെയ്യുന്നുണ്ടെന്ന് ജനങ്ങൾ അറിയുന്നത് ഒരിക്കലും നീ ഇഷ്ടപ്പെടുകയില്ല. അതാണ് ഈ പാപം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. നല്ല കൽബുള്ള ഏതൊരു മുസ്ലിമാണ് അവൻ സ്വയംഭോഗം മനസ്സിൽ ഇഷ്ടപ്പെടുകയില്ല. ആരാണ് മറ്റുള്ളവർ ഞാൻ ഇത് ചെയ്യുന്നു എന്നറിയാൻ ഇഷ്ടപ്പെടുക? അതുകൊണ്ട് സഹോദരങ്ങളെ, അല്ലാഹു റബ്ബുൽ ആലമീൻ ഖൈറിന്റെ ആളുകളാക്കി നമ്മെ മാറ്റുമാറാകട്ടെ. വെളിവായതും രഹസ്യമായതുമായ എല്ലാ ഫാഹിഷത്തുകളിൽ നിന്നും അള്ളാഹു ഈ പറയുന്ന എന്നെയും കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും രക്ഷപ്പെടുത്തുമാറാകട്ടെ. اللهم اغفر ذنوبنا وطهر قلوبنا وحصن فروجنا يا رب العالمين. اللهم إنا نسألك الهدى والتقى والعفاف والغنى. اللهم آت نفوسنا تقواها وزكها أنت خير من زكاها أنت وليها ومولاها. وصلى الله وسلم على نبينا محمد. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.